ഹായ് നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണിൻ്റെ അടിയിലൊക്കെ ഉണ്ടാകുന്ന കറുപ്പും കാര്യങ്ങളൊക്കെ മാറുന്നതിനെ പറ്റിയുള്ളൊരു വീഡിയോ ആണ്. അപ്പം ഇത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള കുറേ ടിപ്സും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. കുറേ എണ്ണം പറയുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് എളുപ്പമെന്ന് തോന്നുന്നു നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പം നമ്മുടെ കണ്ണിനടിയിൽ ഉണ്ടാകുന്ന കറുപ്പിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. കണ്ണിനടിയിൽ ഉണ്ടാകുന്ന കറുപ്പ്, പിന്നെ കണ്ണിന് ഈ എവിടെ ആയിട്ട് ഇങ്ങനെ തടിപ്പും ഒക്കെ വരത്തില്ല ചിലർക്ക്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. വെളി നല്ല മഴയാണ് കേട്ടോ, അതിൻ്റെ സൗണ്ട് ഉണ്ടെന്ന് തോന്നും. എനിക്ക് വെളി നല്ലപോലെ മഴ പെയ്യുന്നതിൻ്റെ സൗണ്ട് വരുന്നുണ്ട്. വീഡിയോയിലൂടെ അത് വരുമോ ഇല്ലോ എന്ന് എനിക്കറിയില്ല, എങ്കിലും നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ പോകരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയറും കൂടെ ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ ഹൈപ്പിൻ്റെ കാര്യം ഞാൻ കൈരാശം പറയുമ്പോഴത്തേക്ക് ഒരാൾ പറഞ്ഞു ഹൈപ്പ് അടിച്ചാൽ ഡോളർ കിട്ടുന്നു. ഹൈപ്പ് അടിച്ചാൽ ഡോളർ ഒന്നും കിട്ടത്തില്ല കേട്ടോ. അത് പോയിന്റ് നമുക്ക് തരുന്നതാണ്. ആ ഒരു നമ്മുടെ വീഡിയോക്ക് ഇച്ചിരി കൂടെ നല്ല ഇതൊന്നേ ഉള്ളൂ, അല്ലാതെ ആ പോയിന്റ് കിട്ടുന്നതുകൊണ്ട് നമുക്ക് ഡോളർ ഒന്നും കിട്ടാൻ പോകുന്നില്ല. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ അങ്ങ് പറഞ്ഞതല്ലോ, കാര്യം ഒത്തിരി പേര് കമൻറ്റ് ഇടാനായിട്ട് പറ്റാവുന്നില്ല എന്ന് പറയുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ കണ്ണിനടിയിൽ കറുപ്പ് മാറ്റുന്നതിനെ പറ്റിയാണ്. ആദ്യമേ തന്നെ പറഞ്ഞേക്കാം, നിങ്ങൾ ഈ കണ്ണിനടി കൂടുതലും നമുക്ക് ഒരുപാട് സ്ട്രെയിൻ ചെയ്യുമ്പോഴാണ് വരുന്നത്. ഉറക്കം ഇളയ്ക്കുക, ഫോണിനകത്ത് അല്ലെങ്കിൽ ലാപ്ടോപ്പിനകത്ത് ഒരുപാട് സമയങ്ങൾ നമ്മൾ നോക്കിയിരിക്കുകയും രാത്രിയിലും ഒക്കെ നമ്മൾ ഉറങ്ങാതെ അതിലേക്ക് തന്നെ നോക്കിയിരിക്കുകയൊക്കെ ചെയ്ത് ജോലിയുടെ ഭാഗമായിട്ട് നമുക്ക് ചെയ്യണം. അങ്ങ് കമ്പ്യൂട്ടറിലാണ് ഇപ്പോൾ മിക്കവരും ജോലി ചെയ്യുന്നത്. അവരുടെ കാര്യങ്ങൾ മാത്രമല്ല പറഞ്ഞത്, അല്ലാതെ ഉള്ളൊരു ഒരുപാട് ഓവറായിട്ടും നമ്മൾ ഫോൺ ഉപയോഗിക്കുന്നവർക്കൊക്കെയാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നത്, കണ്ണിൻ്റെ അടി കറുപ്പ് ഒക്കെ വരുന്നത്. അത് നിങ്ങൾ അതുപോലെ ഒരുപാട് ഇങ്ങനെ വായിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് കണ്ണിന് റെസ്റ്റ് കൊടുക്കാതെ ചെയ്യുന്നതുകൊണ്ടാണ് കൂടുതലും വരുന്നത്. നമ്മൾ എപ്പോഴും കണ്ണിന് ചെറിയ ചെറിയ വ്യായാമങ്ങളൊക്കെ കൊടുക്കുക. വ്യായാമങ്ങൾ എന്ന് പറഞ്ഞാൽ കണ്ണ് ഇങ്ങനെ ഇട്ടൊന്നും നമ്മൾ ഉരുട്ടത്തില്ല, ഇങ്ങനെ ഇട്ട് ഉരുട്ടുക, പിന്നെ ഇങ്ങനെയൊക്കെ ഒന്ന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു 10 മിനിറ്റൊക്കെ നമ്മളൊന്ന് കണ്ണിന് കൊടുക്കുന്നത് നല്ലതാണ്. കണ്ണിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു അനക്കമൊക്കെ വരും, അത് ഏറ്റവും നല്ലതാണ്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഗ്രീൻ ടീ ഇല്ലേ, ഗ്രീൻ ടീ നമ്മൾ ഗ്രീൻ ടീ എടുത്തതിന് ശേഷം അതിൻ്റെ ഈ ബാഗ് ഉണ്ടല്ലോ, ഗ്രീൻ ടീയുടെ ബാഗ്, അത്രയാണ് ഏറ്റവും നല്ലത്. ഗ്രീൻ ടീയുടെ ബാഗ് നമ്മളിപ്പോൾ ഗ്രീൻ ടീ കുടിക്കാനായിട്ട് അത് എടുത്തതിന് ശേഷം വെള്ളത്തിൽ ഇട്ടതിന് ശേഷം അതിനകത്തൊന്ന് കുടഞ്ഞ വെള്ളമെല്ലാം ഒന്ന് ഇതായതിന് ശേഷം അതിനകത്ത് ആ ഗ്രീൻ ടീ കളയാനല്ല പറയുന്ന ബാഗിനകത്ത്, അതിനകത്ത് നമ്മൾ വെള്ളത്തിൽ ഇട്ട് ഇങ്ങനെ എടുത്തതിന് ശേഷം അത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചതിന് ശേഷം നമ്മുടെ കണ്ണിൻ്റെ ഇവിടെ ഇങ്ങനെ വെക്കുന്നത് നല്ലതാണ്. പെട്ടെന്ന് കറുപ്പ് പോകാൻ നല്ലതാണ് ഗ്രീൻ ടീയുടെ ഇത്. പിന്നെ നമുക്ക് നല്ലതാണ് സ്പൂൺ നമ്മൾ എടുത്തതിന് ശേഷം നമ്മളത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം സ്പൂണ് നമ്മുടെ കണ്ണിൻ്റെ പുറത്ത് ഇങ്ങനെ നമ്മൾ അകട്ടിൽ തിരിച്ച് പിടിച്ച് നമ്മുടെ കണ്ണിൻ്റെ ഇവിടെ ഇങ്ങനെ തണുപ്പ് കൊള്ളിക്കുന്നത് നല്ലതാണ്. അതിൻ്റെ തണുപ്പ് കുറയുമ്പോൾ വീണ്ടും അത് ഫ്രിഡ്ജിലോട്ട് വെച്ച് തണുപ്പിച്ചതിന് ശേഷം വീണ്ടും കണ്ണിൻ്റെ താഴെ ഇങ്ങനെ തണുപ്പ് കൊടുക്കുന്നത് നല്ലതാണ്. കണ്ണിന് കറുപ്പ് പോകാനായിട്ട് നല്ലതാണ്. പിന്നെ നല്ലതാണ് നമ്മുടെ വെള്ളരിക്കകത്ത് അകത്തെ ആ ഒരു അരിയൊക്കെ ഇല്ലേ, അത് അത്രയും ഭാഗം ഇങ്ങനെ നമ്മൾ റൗണ്ടിലൊന്ന് കട്ട് ചെയ്തെടുത്തേച്ച് നമ്മുടെ കണ്ണിൻ്റെ ഇവിടെ തൂത്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ കണ്ണിൻ്റെ പുറത്ത് വെക്കുകയോ ചെയ്യുന്നത് കണ്ണിൻ്റെ ഈ മുകളിലത്തെ കറുപ്പും താഴത്തെ കറുപ്പും പോകാനായിട്ട് ഏറ്റവും നല്ലതാണ്. വെള്ളരിക്ക നമ്മൾ ഇപ്പോൾ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ എല്ലാവരും പറയും കെമിക്കലാണ് അതായതെന്നൊക്കെ പറയായിരിക്കും. പക്ഷേ ആ കൊണ്ടുവരുന്ന വെള്ളരിക്കയുടെ അരി നമ്മുടെ മുറ്റത്തോട്ടോ ഒരു ചെടിച്ചട്ടിയിലോ എവിടെ ഇട്ടാലും അതൊക്കെ കിളുത്ത് കയറും. അതിൽ കുഞ്ഞു വെള്ളരിക്ക ഉണ്ടാകത്തുള്ളായിരിക്കും ചിലപ്പോൾ, അത് മതി നമ്മുടെ കണ്ണെ വെക്കാനായിട്ട്. അപ്പം അത് നല്ലതാണ്. അതും ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചേച്ച് നമ്മൾ കണ്ണിൻ്റെ പുറത്ത് വെക്കുന്നത്. അതൊരു 10-15 മിനിറ്റ് നമ്മളിങ്ങനെ വെച്ചേച്ച് അതെടുത്ത് വീണ്ടും മാറ്റി വെച്ച് വീണ്ടും അതുപോലെ തന്നെ ചെറിയ പീസുകളാക്കി എടുത്ത് വെച്ച് വീണ്ടും വെക്കുക. അങ്ങനെ ഒരു അരമണിക്കൂർ വെക്കാമെന്നുണ്ടെങ്കിൽ കണ്ണിൻ്റെ അടിയിലത്തെ കറുപ്പ് പോകാൻ ഏറ്റവും നല്ലതാണ്. പിന്നെ നമുക്ക് ഉരുളൻകിഴങ്ങ് ജ്യൂസ്, അത് ഒത്തിരി പേര് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഉരുളൻകിഴങ്ങ് ജ്യൂസ് നല്ലതെന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ. ഉരുളൻകിഴങ്ങ് ജ്യൂസ് ആക്കിയതിന് ശേഷം അത് നമ്മുടെ കണ്ണിനടിയിൽ ഒരു കോട്ടനോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ചത് ചെറിയൊരു തുണി എന്തെങ്കിലും വെച്ച് നമ്മളൊരു ഇതായിട്ടൊന്ന് തൂക്കുവാണെങ്കിൽ നമ്മളിങ്ങനെ അത് പെരട്ടി ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അത് ഉണങ്ങുന്നതനുസരിച്ച് ഒത്തിരി അങ്ങോട്ട് ഉണങ്ങാൻ നിൽക്കില്ല, അതിന് മുമ്പേ അത് പെരട്ടി ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ കണ്ണിനടിയിലെ കറുപ്പ് നമുക്ക് പെട്ടെന്ന് മാറി കിട്ടുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നല്ലൊരിതാണ് ഈ ഉരുളൻകിഴങ്ങിൻ്റെ ജ്യൂസും പിന്നെ കറ്റാർ വാഴയില്ലേ, ഈ അലോവേര ജെല്ലും. അത് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നതിനേക്കാൾ നല്ലത് നമ്മുടെ വീട്ടിലുള്ള കറ്റാർ വാഴ ജെല്ലാണ് നല്ലത് കേട്ടോ. അതും കൂടെ നമ്മൾ ഒന്ന് മിക്സിയിലിട്ടൊന്ന് അരിച്ചെടുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ നമ്മൾ ഐസ് ക്യൂബിനകത്തോട്ട് വെച്ച് ഐസാക്കി എടുത്ത് വെച്ച് രാവിലെ നമ്മൾ എണീക്കുന്ന സമയത്ത് തന്നെ ഉണ്ടല്ലോ, നമ്മൾ ബ്രഷൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു 3 മിനിറ്റ് നമ്മുടെ കണ്ണിൽ ഇങ്ങനെ വെക്കാമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് പുരട്ടി കൊടുക്കാമെന്നുണ്ടെങ്കിൽ കണ്ണിനടിയിലും കണ്ണിന് ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ നമ്മളൊന്ന് പുരട്ടി കൊടുക്കാമെന്നുണ്ടെങ്കിൽ
നമുക്ക് നല്ല മാറ്റം വരും കേട്ടോ. അതൊക്കെ നമുക്ക് രാവിലെ തന്നെ നമുക്ക് ചെയ്യാവുന്ന കാര്യം. നമ്മൾ ഇനി 2-3 മിനിറ്റ് നമുക്ക് അതിനൊക്കെ ചിലവാകുന്നുള്ളൂ. അങ്ങനെ ചെയ്താലും കണ്ണിനടിയിലെ കറുപ്പ് പോകാനായിട്ട് ഏറ്റവും നല്ലതാണ്. അത് നമ്മൾ ഐസ് ആക്കി വെച്ചാൽ മതി. വെച്ച് ഒരു ഐസ് എടുത്താൽ മതി. നമ്മുടെ 2 കണ്ണിനയിലും നമുക്ക് പറ്റാനായിട്ടുള്ളത് കിട്ടും. അതിൽ നിന്ന് ഒരു സൈഡ് 3 മിനിറ്റും ഇപ്പുറത്തെ സൈഡിൽ 3 മിനിറ്റോ അല്ലെങ്കിൽ 2 മിനിറ്റ് അത്രയും നിങ്ങൾ ചെയ്താൽ മതി. ഒരുപാട് നേരം ഒന്നും ചെയ്യേണ്ട. അങ്ങനെ ചെയ്താലും കണ്ണിനടിയിലെ കറുപ്പ് നമുക്ക് പോയി കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഉരുളൻകിഴങ്ങ് വേവിച്ചതിന് ശേഷം നല്ലപോലെ വേവിച്ചെടുക്കുക. വേവിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ കൂടെ നല്ലപോലെ ഒന്ന് ഒരു പേസ്റ്റ് പോലെ ഒന്ന് ആക്കിയെടുക്കുക. എന്നിട്ട് അതിനകത്ത് പാല് ചേർക്കുകയോ അല്ലെങ്കിൽ തൈര് ചേർക്കുകയോ, ഓയിൽ സ്കിൻ ആണെങ്കിൽ തേൻ ചേർക്കുകയോ. അതിനകത്ത് പാലും തൈരും ചേർക്കണ്ട. ഇതിലേതെങ്കിലും ഒന്ന് മതി കേട്ടോ. എല്ലാം കൂടെ ഒന്നിച്ച് ചേർക്കാനല്ല പറഞ്ഞത്. ഒന്നെങ്കിൽ പാല് അല്ലെങ്കിൽ തൈര് അല്ലെങ്കിൽ തേന്. നിങ്ങൾക്ക് ഓയിൽ സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് തേൻ ചേർക്കാം, അല്ലാത്തവർക്ക് പാല് ചേർക്കാം. ഇനി പാലൊക്കെ അലർജി ഉള്ളവർക്ക് തൈര് നോക്കുക. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് അലർജി ഉള്ളവരാണെങ്കിൽ തേൻ തന്നെ അല്ലെങ്കിൽ നോക്കുക. ഇങ്ങനെ ചെയ്താലും നിങ്ങൾക്ക് കണ്ണിൻ്റെ താഴത്തെ കറുപ്പ്. അതുപോലെ തന്നെ ഈ ഉരുളൻകിഴങ്ങിനകത്തോട്ട് അല്ലെങ്കിൽ ഇത് നല്ലതാണ്, തക്കാളിയുടെ ജ്യൂസ് ചേർത്ത്, പഴുത്ത തക്കാളിക്കയുടെ ജ്യൂസ് ചേർത്ത് അങ്ങനെയാണെങ്കിലും കണ്ണിനടിയിൽ പുരട്ടിയാൽ കറുപ്പ് മാറി കിട്ടും. അതൊരു പായ്ക്കായിട്ടാണ് നമ്മൾ ഇടുന്നത്. കണ്ണിൻ്റെ ഇടയിലോട്ട് നമ്മളൊരു പായ്ക്കായിട്ടാണ് ഇടുന്നത്. അപ്പോൾ അത് ഇടുമ്പോഴത്തേക്ക് ഒരു 6 മിനിറ്റ് 5 മിനിറ്റ് മതി. നിങ്ങളതിൽ കൂടുതലത് വെക്കണ്ട. 6-5 മിനിറ്റ് വെക്കുക. അതിന് ശേഷം അത് ഉണങ്ങുന്നതിന് മുന്നേ തന്നെ നിങ്ങളത് മാറ്റണം. ഉണങ്ങാനായിട്ട് നിൽക്കില്ല. കണ്ണിൻ്റെ ഉണങ്ങാൻ നിന്ന് കഴിഞ്ഞാൽ ചുളിവ് പോലെ കണ്ണിൻ്റെ ഉണങ്ങാകും. അതുകൊണ്ടാണ് ഉണങ്ങുന്നതിന് മുന്നേ നിങ്ങളത് തുടച്ച് കളയണമെന്ന് പറയുന്നത്. എന്നിട്ട് ചുമ്മാ നോർമൽ വാട്ടറിലൊന്ന് കഴുകിയാൽ മതി. വേറെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നിങ്ങൾ ഒരാഴ്ച ചെയ്താണ്ടല്ലോ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ മാറ്റം അറിയാൻ പറ്റും. ഒരാഴ്ച ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല വ്യത്യാസം കിട്ടുകയും ചെയ്യും. പിന്നെ നല്ലതാണ് ബദാം ഓയിൽ. ബദാം ഓയിൽ കണ്ണിനടിയിൽ നമ്മൾ കിടക്കാൻ നേരം പുരട്ടി വെച്ച് നേരം വെള്ളത്ത് നമ്മൾ നോർമൽ വാട്ടറിൽ കഴുകിക്കളയും. നല്ലതാണ്. നല്ലപോലെ നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്ന നല്ലതാണ്. മസാജ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒത്തിരി അമർത്തി ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കല്, പതിയെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുള്ളൂ കേട്ടോ. പതിയെ ഇങ്ങനെ ചെറുതായിട്ട് ചെയ്ത് കൊടുക്കുള്ളൂ. ഒത്തിരി ഇങ്ങനെ അമർത്തിയിട്ട് തൂക്കരുത്. പതിയെ വേണം ചെയ്യാനായിട്ട്. അങ്ങനെ ചെയ്താലും നമുക്ക് നല്ല വ്യത്യാസം കിട്ടും. പിന്നെ നമുക്ക് നല്ലതാണ് കോഫി പൗഡറും പിന്നെ കുക്കുംബറിൻ്റെ ജ്യൂസും അത് രണ്ടും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ പാലും കൂടെ ഇച്ചിരി പാലും കൂടെ അതിനകത്തോട്ട് ഒത്തിരി പാൽ ചേർക്കില്ല കേട്ടോ. ശകലം പാലും കൂടെ ചേർത്ത് ഒന്ന് പാലോ വെള്ളമോ ആയാലും കുഴപ്പമില്ല, മിക്സ് ചെയ്ത് കുക്കുംബറിൻ്റെ ജ്യൂസും കൂടെ ചേർത്ത് ഈ കോഫി പൗഡറിനകത്ത് ഒത്തിരി നിങ്ങൾ എടുക്കല്, കുറച്ചെടുക്കുക. ഇതെല്ലാം ഇച്ചിരിയേ ഒഴിക്കാവുള്ളൂ. ഒത്തിരി അങ്ങ് ലൂസായി പോകല്. ഒരു നമ്മൾക്കിങ്ങനെ പുരട്ടാൻ പറ്റുന്ന രീതിക്കാക്കി എടുക്കുക. എന്നിട്ട് കുക്കുംബർ 2 കഷ്ണമായിട്ട് ഇങ്ങനെ നടുക്കൂടെ മുറിക്കുക. റൗണ്ടിൽ മുറിച്ചതിന് ശേഷം വീണ്ടും ഒന്ന് നടുക്കൂടെ ഒന്ന് മുറിക്കുക. അപ്പോൾ നമ്മുടെ കണ്ണിൻ്റെ ഇവിടെ ഇങ്ങനെ വെക്കുന്ന ഒരു ഷേപ്പായിട്ട് നമുക്കത് കിട്ടും. എന്നിട്ട് അത് നമ്മൾ ഇതിനകത്തൊന്ന് മുക്കിയതിന് ശേഷം അതോടൊട്ടങ്ങ് വെച്ചതിന് ശേഷം ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് അതെടുത്ത് കളയുക. എന്നിട്ട് നിങ്ങൾ വീണ്ടും നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ കുറച്ച് നേരം 1/2 മണിക്കൂറൊക്കെ വെക്കുന്നത് നല്ലതാണ്. വീണ്ടും അതെടുത്ത് മാറ്റി വെച്ച് ഒരു 15 മിനിറ്റ് മാറ്റി വെച്ച് വീണ്ടും അടുത്തത് ഇങ്ങനെ കുക്കുംബർ എടുത്ത് അങ്ങനെ കണ്ണിൻ്റെ താഴെ ഇവിടെ ഇങ്ങനെ വെക്കുവാണെങ്കിൽ കറുപ്പ് മാറി കിട്ടും. അത് നിങ്ങൾ ഒരാഴ്ചയൊക്കെ ഉപയോഗിക്കുമ്പോണ്ടല്ലോ നിങ്ങൾക്ക് നല്ല വ്യത്യാസം അറിയാൻ പറ്റും. കോഫി പൗഡർ നല്ല ഇതാണ്, നമുക്ക് മുഖത്ത് സ്ക്രബ് ചെയ്യാനും കാര്യങ്ങൾക്കും എല്ലാം നല്ലതാണ്. അതുപോലെ തന്നെ ഈ കറുപ്പ് പോകാനും ഏറ്റവും നല്ലതാണ്. പിന്നെ ചെയ്യാൻ നല്ലതാണ് മഞ്ഞളൊന്ന് ചെറുതായിട്ടൊന്ന് ചീനച്ചട്ടിയിലോട്ടൊന്ന് വറുത്തെടുത്തതിന് ശേഷം അതിനകത്തോട്ട് തേനും കൂടെ ചേർത്തതിന് ശേഷം കണ്ണിനടി പരട്ടിയാൽ കണ്ണിനടിയിലെ കറുപ്പ് മാറിക്കിട്ടും. അതും നല്ലൊരു ടിപ്സാണ്. അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. ഈ വറുത്തെടുത്ത് കഴിയുമ്പോഴത്തേക്ക് ആ മഞ്ഞ കളറൊന്നും കണ്ണിൻ്റെ അവിടെ വരത്തില്ല. നമുക്ക് കണ്ണിനടിയിലെ കറുപ്പ് മാറിക്കിട്ടും. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഓട്സും മുട്ടയുടെ വെള്ളയും ഏറ്റവും നല്ലതാണ്. അത് രണ്ടും കൂടെ ഓട്സ് നല്ലപോലെ ഒന്ന് പൊടിച്ചതിന് ശേഷം അതിനകത്തോട്ട് ഈ മുട്ടയുടെ വെള്ളയും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കണ്ണിനടി പറ്റുന്നത് നല്ലതാണ്. ഒത്തിരി ഉണങ്ങാനായിട്ട് നിൽക്കരുത്. നിങ്ങൾ ആ ഒരു ഇത് നല്ല ഇച്ചിരി കട്ടിയിലങ്ങ് പറ്റി കൊടുക്കുമ്പോഴത്തേക്ക് അത് പെട്ടെന്ന് ഉണങ്ങുകയില്ല. എന്നിട്ട് അത് ഉണങ്ങുന്നതിന് മുമ്പേ അത് തുടച്ചങ്ങ് മാറ്റിക്കളയുക. പിന്നെ ഏറ്റവും നല്ലൊരു സംഭവമാണ് ഇത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് കേട്ടോ. നിങ്ങൾക്ക് രാത്രിയിൽ സിമ്പിളായിട്ട്, ബാക്കിയെല്ലാം നിങ്ങൾക്ക് ഇനി എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടായിട്ട് തോന്നിയാലും ഈ ഒരു കാര്യം നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഇത് നിങ്ങൾ ദിവസവും ചെയ്താൽ മതി. കുറേശ്ശെ കണ്ണിൻ്റെ കറുപ്പ് മാറി വരും. നിങ്ങൾക്ക് നല്ല ഇതായിട്ട് അറിയാൻ പറ്റും. പക്ഷേ നിങ്ങളത് മുടക്കാതെ ദിവസവും ചെയ്യുകയും വേണം. വൈകിട്ട് കിടക്കുന്നതിന് മുമ്പേ കറ്റാർവാഴ ജെല്ല്, അത് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നതാണെങ്കിലും മതി കേട്ടോ. ആ ജെല്ല് ഒരു ശകലം എടുക്കുക. നമ്മൾ കണ്ണിനടി പരട്ടേണ്ടത് മാത്രം എടുക്കുക. നമ്മൾ ആവശ്യമില്ലാതെ ഓവറായിട്ട് എടുത്ത് ഒന്നും കളയാതിരിക്കുക. ഒരു ശകലം എടുക്കുക. അതിനകത്തോട്ട് വൈറ്റമിൻ ഇയുടെ ക്യാപ്സൂൾ മേടിക്കാൻ കിട്ടും. അത് ഒരു 2-3 ഡ്രോപ്സ് അതിനകത്തോട്ട് ഒഴിച്ച് വെച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. കൈവെള്ളം വെച്ച് നമുക്ക് മിക്സ് ചെയ്യാവുന്നേ ഉള്ളൂ. മിക്സ് ചെയ്തതിന് ശേഷം കണ്ണിൻ്റെ അടിയിൽ ഇങ്ങനെ പുരട്ടി കൊടുക്കുക. നമുക്കിവിടെ എല്ലാം പുരട്ടി കൊടുക്കാം. പുരട്ടി കൊടുത്ത് നിങ്ങൾ വൈകിട്ട് ഉറങ്ങാൻ കിടക്കുക. നേരം വെളുക്കുമ്പോഴത്തേക്ക് നിങ്ങളത് നോർമൽ വാട്ടറിൽ കഴുകി കളഞ്ഞാൽ മതി. അങ്ങനെ നിങ്ങൾ ചെയ്ത് ഈ പറഞ്ഞതൊന്നും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്താണ്ടല്ലോ നല്ലപോലെ കണ്ണിൻ്റെ കറുപ്പ് മാറി കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾ പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പം
ഈ കണ്ണിന് കറുപ്പൊക്കെ പെട്ടെന്ന് വരുന്നതെന്ന് വെച്ചാൽ കൂടുതൽ സൂര്യപ്രകാശം അടിച്ചൊക്കെ ആയിരിക്കും. ചിലർക്ക് ഓരോരുത്തർ സ്കിന്നിന് ഓരോ ഇതാണല്ലോ, അങ്ങനെയൊക്കെ വരുന്നവരൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ വരുന്നവരൊക്കെ എന്ന് വെച്ചാൽ എന്തെങ്കിലും ഗ്ലാസ്, നല്ല ഗ്ലാസ് കടയിൽ പോയി നോക്കി മേടിക്കട്ടെ. ഏതെങ്കിലും ഒരെണ്ണം മേടിച്ച് വെച്ചിട്ട് കാര്യമില്ല. നല്ല നമ്മുടെ കണ്ണിന് ഒരു പ്രൊട്ടക്ഷൻ കിട്ടുന്ന സൈസ് ഗ്ലാസ് വേണം നമ്മൾ മേടിച്ച് വെക്കാനായിട്ട്. സൂര്യപ്രകാശം ഒരുപാട് ഇതായിട്ട് അടിക്കുമ്പോഴത്തേക്കുള്ള പ്രശ്നങ്ങളൊക്കെ അങ്ങനെ ചെയ്യുക. പിന്നെ പറഞ്ഞാൽ ഉറക്കം ശരിയാക്കുക. നിങ്ങൾ കഴിവതും നിങ്ങൾക്ക് ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങുക. അല്ലെങ്കിൽ ഉറക്കം കറക്റ്റ് ആയില്ലെങ്കിൽ പോലും കണ്ണിന് കറുപ്പും വരും, കണ്ണിൻ്റെ ഇവിടെ എല്ലാം അങ്ങ് തൂങ്ങുകയും എല്ലാം ചെയ്യും. തടിച്ച് ഒരുമാതിരി വീർത്തിരിക്കത്തില്ലേ, അങ്ങനെയൊക്കെ വരും. അപ്പോൾ നല്ലപോലെ ഉറങ്ങുക. പിന്നെ നമ്മൾ ഈ കൈ കൊണ്ടുള്ള മസാജ്, നമ്മൾ ചുമ്മാ ഇരിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് ഇങ്ങനെ സോഫ്റ്റായിട്ടൊന്ന് ചെയ്ത് കൊടുക്കുക. അതും ഏറ്റവും നല്ലതാണ്. അപ്പം ഇത്രയൊക്കെയാണ് നമുക്ക് നമ്മുടെ കണ്ണിൻ്റെ കറുപ്പ് മാറാനുള്ള എനിക്കറിയാവുന്ന കാര്യങ്ങൾ. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ചെയ്ത് റിസൾട്ട് കിട്ടിയ കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റിലൂടെ പറയുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ പറയുക. എനിക്കറിയാവുന്ന കാര്യങ്ങൾ അതെല്ലാം സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത്. ഒന്നും ഒരുപാട് വാരിക്കോരി ചെയ്യാനായിട്ടുള്ളതായിട്ടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. സിമ്പിളായിട്ട് നമുക്ക് എല്ലാവർക്കും വീട്ടിൽ ചെയ്യാം. എല്ലാവർക്കും പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമല്ലേ ഉള്ളൂ. പെട്ടെന്ന് ചെയ്യുക, പെട്ടെന്ന് റിസൾട്ട് കിട്ടുക, പെട്ടെന്ന് നമുക്ക് ആർക്കും സമയമില്ല, എല്ലാവർക്കും തിരക്കാണ്. അപ്പം ഈ ഒരു ടിപ്സൊക്കെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. റിസൾട്ട് 100% ഉറപ്പായിട്ട് കിട്ടും. കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് പോകുന്നതിന് നല്ല ഇതാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ കണ്ണിന് ചുറ്റും കറുപ്പ് വരുന്നത് എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളതാണ്. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ അടുത്ത കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ.